അപ്പോൾ ചങ്ങായിമാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു കിളിക്കൂട് ഉണ്ടാക്കിയെടുക്കാൻ പോകട്ടോ. അധികം വലിപ്പമൊന്നുമില്ല, ഏകദേശം 3 അടി ലെങ്ത്ത്, 2 അടി വിഡ്ത്ത്, അതേപോലെ തന്നെ 3 അടി ഹൈറ്റ്. ആ ഒരു മെഷർമെൻറ്റിലാണ് കേട്ടോ നമ്മൾ കിളിക്കൂട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മുടെ ചെറിയ ബഡ്ജീസിനെയും അതേപോലെ തന്നെ ഫിഞ്ചസിനെയൊക്കെ ഇടാൻ പറ്റിയൊരു കിളിക്കൂടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണേ. ആദ്യം തന്നെ നമ്മൾ ഇതിനുള്ള പീസുകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ടാക്ക് ചെയ്ത് വെൽഡ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളെ 15 സെൻറ്റിമീറ്റർ കാലിന് ഇട്ടിട്ട് ബാക്കിയത്തെ മാർക്ക് ചെയ്യാം കേട്ടോ, 2 സൈഡിലും. ഫസ്റ്റത്തെ ഫ്രെയിം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സ്ക്വയറിൽ. അപ്പോൾ ഇത് കറക്റ്റ് മട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള എളുപ്പമാർഗ്ഗം പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ ടേപ്പിൻ്റെ അറ്റം എടുത്തിട്ട് ഈ ഒരു കോർണറിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. അതിൻ്റെ അപ്പുറത്തെ കോർണറിലേക്ക് നോക്കുക. ഓക്കെ, ആ അളവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് കോർണറിലേക്ക് പിടിക്കുക. അതെവിടെ പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലേക്കും പിടിച്ചു പോകുക. അന്നേരം കറക്റ്റ് അളവാണോ നോക്കുക, ഏത് സൈഡിലാണ് കൂടുതൽ ഏത് സൈഡിലാണ് കുറവെന്നുള്ളത് മെഷർമെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ കൂടുതലുള്ള സൈഡിൽ നിന്ന് നേരെ കുറഞ്ഞ സൈഡിലേക്ക് അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ നോക്കി 75 അല്ലെ 97.5 സെൻറ്റിമീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ 975 mm അതാണുള്ളത്. ഇനി അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് പിടിക്കുന്ന സമയത്ത് കണ്ടോ 990 അത്രയും അളവ് വരുന്നുണ്ട്. അപ്പോൾ ഈ കോർണറിലാണ് കോണിപ്പ് വന്നതാണ്. നമുക്കിനി ആ മൂലയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഒരു അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഈക്വൽ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ ചങ്ങായിമാരെ അടുത്ത പരിപാടി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഫ്രെയിം ടെംപ്ലേറ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ഫ്രെയിമിൻ്റെ പീസുകളെല്ലാം വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് മെഷർമെൻ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ചങ്ങായിമാരെ നമ്മുടെ 2 ഫ്രെയിമും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് പിടിച്ചേട്ടോ. കണ്ടോ, ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ബാക്കിത്തെ 4 പീസ് നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മളിത് ഫ്രെയിം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് സ്ട്രോങ് ആക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്ക്വയർ ട്യൂബൊക്കെ വെൽഡ് ചെയ്യാനായിട്ട് എപ്പോഴും എടുക്കുന്നത് 2.5-ൻ്റെ റാഡാണ് കേട്ടോ. ഈ 6013 അതാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വെൽഡിങ് റാഡ് കേട്ടോ. ഈ പൈപ്പൊക്കെ വെൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല വെൽഡിങ് റാഡ് ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രെയിമിൻ്റെ പണി തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിലൊരു പീസ് ഇവിടെ പിന്നെ താഴെയും കൂടെ ഒരു പീസ് അടിച്ചു കൊടുക്കണ്ട. താഴെ നമ്മൾ നെറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് സ്ട്രോങ് ആയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ പീസും കൂടെ കട്ട് ചെയ്തിട്ട് അടിക്കാൻ പോകണം. അതുകൂടാതെ നമുക്ക് ഇനി ഡോർ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ അതിനുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് നമ്മൾ എടുത്തിട്ട് 3 പീസ് കട്ട് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. ഇത് നമ്മൾ പീസ് മുറിച്ചിട്ടുണ്ട് കേട്ടോ, വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ടാക്കടിച്ചെടുക്കാൻ പോകണം. അതേപോലെ തന്നെ ഇവിടെ ഒരെണ്ണം കൊടുക്കും, താഴെ ഒരെണ്ണം കൊടുക്കും കേട്ടോ. അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് 1/2 ഇഞ്ചിൻ്റെ മെഷാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത് നമ്മൾ നെറ്റ് ഇതിനകത്ത് കട്ട് ചെയ്ത് അളവിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ടാക്ക് അടിച്ചെടുക്കണം കേട്ടോ. ഫുള്ളൊന്ന് ടാക്ക് അടിച്ചെടുക്കുക, എക്സസ് ഉള്ളത് കട്ട് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഷീറ്റ് ടാക്ക് അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഡിസ്റ്റൻസിൽ ടാക്ക് അടിച്ചായിട്ട് നിർത്തിയാണ് മുകളിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പീസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അടുത്ത പരിപാടി അതാണ്, നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആ കോടി അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ അടിച്ചെടുക്കാം കേട്ടോ.
ഓക്കെ, ഇതേപോലെ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡും നമ്മൾ ടാക്ക് ചെയ്ത് അടിക്കുകയാണേ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും അതിൻ്റെ ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ലെവൽ പാരൽ ചെയ്യണേ. രണ്ട് സൈഡും മുട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലെവലായിട്ട് കിട്ടും. അതൊന്നും ടാക്ക് അടിക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒരു പീസ് എടുത്തിട്ട് ഇവിടെ അങ്ങ് വെച്ച് കൊടുക്കും കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടിന് വേണ്ട ഡോറിൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അടിച്ചിരിക്കുന്ന ഈ സ്ക്വയർ കറക്റ്റ് സ്ക്വയർ ആക്കി എടുക്കാൻ വേണ്ടി മട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് കോർണർ ടു കോർണർ അളവ് നോക്കിയിട്ട് ഈക്വലാക്കി എടുക്കുകയാണ് കേട്ടോ. ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് കൂടുതലുള്ള സൈഡിൽ നിന്ന് കുറഞ്ഞ സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് മുട്ടി കൊടുക്കുക. അപ്പോൾ ഇത് സ്ക്വയറായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഡോറിൻ്റെ ഫ്രെയിം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അപ്പോൾ അടുത്ത് നമ്മൾ ഹിഞ്ചസ് അടിക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഹിഞ്ചസ് ഇത് ഈ ടൈപ്പ് സാധനമാണ് എടുത്തേക്കണേ. 3 ഇഞ്ചിൻ്റെ ഹിഞ്ചസ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതേ പൊസിഷനിൽ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ടാക്ക് അടിക്കാൻ പോകും കേട്ടോ. അതായത് നമ്മുടെ ആ ഡോറിൻ്റെ ഇത് അതിൽ വെച്ചിട്ട് ടാക്ക് അടിക്കാൻ പോകണം ലെവൽ നോക്കിയിട്ട്. ഓക്കെ, അടുത്ത പരിപാടി അതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ഇവിടുത്തെ ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ കുറ്റി വെച്ചിട്ട് തുറക്കാൻ പാകത്തിന് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗത്തെ നെറ്റും അതേപോലെ തന്നെ ഇതാണ് നമ്മൾ ഫ്രണ്ട് ആക്കാൻ ഉദ്ദേശിച്ചാണ്. ഫ്രണ്ടിൽ നെറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അത് കട്ട് ചെയ്തിട്ട് നെറ്റ് അടിക്കാം കേട്ടോ. അപ്പോൾ ചങ്ങാതി നമ്മൾ കിളിക്കൂടിൻ്റെ അവസാനഘട്ട പണിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ അവിടെ ഒരു പീസ് ടാക്ക് അടിച്ച് വയ്ക്കുക. പിന്നെ ഈ സൈഡിലൊരു ടാക്ക് അടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ താണ്ട ആ ഷീറ്റ് റൂഫിന് പകരമായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. റൂഫിന് പകരമല്ല, റൂഫായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പീസ് ടാക്ക് അടിച്ചിട്ടുണ്ട്. ആ ഒരു ലെങ്ത്തുള്ള പീസ് ടാക്ക് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ താണ്ട ആ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സെൽ സ്ക്രൂ അടിച്ചു കൊടുക്കുക കേട്ടോ. ചങ്ങായിമാരെ, നമ്മുടെ ഈ കിളിക്കൂടിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പരിപാടി ഒന്നുമില്ല, ആകെ പെയിൻ്റ് അടിക്കാനും കൂടി ആയിട്ടുള്ളൂ കേട്ടോ. ഒരു എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 3-4 കിളികളെ ലവ് ബേർഡ്സിന് ഇടാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റപ്പ്. നമ്മൾ സൈഡിൽ നിന്നാണ് ഡോറ് കൊടുത്തതാണ്. ഡോറിൽ ഷീറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. സെറ്റ് ഓക്കെ, ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ കൂടി സെറ്റ് ചെയ്തേക്കണേ. ഓക്കെ,